അരമണിക്കൂറോളം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് നിങ്ങൾക്ക് എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ലിസ്റ്റ് ചെയ്ത് തീർക്കാം എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ വീഡിയോ ആണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നോർമലി ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ, ഷോപ്പിഫൈ പോലുള്ള സൈറ്റുകൾ നമുക്കൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യണമെങ്കിലും നല്ല മികച്ച ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ബുള്ളറ്റ് പോയിന്റും കിട്ടണമെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അത് തന്നെ പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആഡ്സോ കൂപ്പണോ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടും സെയിൽസ് വരില്ല. അതുപോലെ നോർമൽ സെയിൽസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ മികച്ച ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ബുള്ളറ്റ് പോയിന്റ് കൊടുത്താൽ മാത്രമാണ് കീവേഡ്സ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഉയർന്ന സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഒരു AI ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏറ്റവും കമ്പാരിറ്റീവ്ലി പല AI ടൂൾ ഉണ്ടെങ്കിലും പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ChatGPT ആണ്. ChatGPT വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു പ്രൊഡക്റ്റ് സിമ്പിൾ ആയിട്ട് സെയിൽസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതിന് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താ വെച്ചാൽ ChatGPTയുടെ ഒരു പെയ്ഡ് വെർഷൻ എടുക്കുക, നിങ്ങൾ ഫ്രീ വെർഷൻ എടുക്കുക. ഫ്രീ വെർഷൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ലിമിറ്റഡ് ഇമേജ് മാത്രമാണ്. കാരണം പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ AI ടൂൾ വഴി നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ GPT-ക്ക് എന്തൊക്കെ കൊടുക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഇമേജ്, അതുപോലെ നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നവർ, മീൻസ് നിങ്ങളെ പ്രൊഡക്റ്റ് വേറെ സെല്ലർ നല്ല രീതിയിൽ സെയിൽസ് ചെയ്യേണ്ടി അവരുടെ ടൈറ്റിലും കാര്യങ്ങളും എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡും കാര്യങ്ങളും ഞാൻ ഇതിപ്പോൾ വീഡിയോയിൽ തുടരെ ഞാൻ പഠിപ്പിക്കപ്പെടുത്താം. വീഡിയോ കിടക്കാം, നമുക്ക് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ട പ്ലാറ്റ്ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന AI ആണ് ChatGPT. ChatGPT ആണ് ലിസ്റ്റിങ്ങിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു AI ടൂള്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് പ്രോംപ്റ്റ് അടിക്കുക. നിങ്ങൾക്ക് ഫ്രീ വെർഷൻ ഉണ്ടായാലും കുഴപ്പമില്ല. ഫ്രീ വെർഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കുറച്ച് ഇമേജ് ലിമിറ്റ് ഉണ്ടെങ്കിലും ഒരു ദിവസം 1-2 ലിസ്റ്റിംഗ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ, ഉദാഹരണം GPT-യിലാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റിന്റെ ഇത് കൊടുക്കുക, ഇമേജ് ഇതിക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഞാനൊരു കോക്കനട്ട് ഷെല്ലിൻ്റെ ആണ് ചിരട്ടയുടെ ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആമസോണിലെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ GPT-യിൽ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ആമസോൺ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ടൈറ്റിൽ ആൻഡ് ബുള്ളറ്റ് പോയിന്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് കൊടുക്കുക. കാരണം ആമസോണിൽ 3 ഇതാണല്ലോ ഉള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ എന്നുണ്ടെങ്കിൽ അതിന്റെ പോയിന്റ്സിനനുസരിച്ച് ചെയ്യുക, മീഷോയിലാണെങ്കിൽ അതിന്റെ പോയിന്റ്സിനനുസരിച്ച് ചെയ്യുക, ഷോപ്പിഫൈ വെബ്സൈറ്റിലാണെങ്കിൽ നിങ്ങൾ അതിന്റെ പോയിന്റ്സിനനുസരിച്ച് ഇതിന് GPT-നോട് ഫൈൻഡ് ചെയ്യണതിന്റെ ഇത് മാറ്റം വരുത്തുക. ഞാൻ ജസ്റ്റ് ആമസോൺ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ഒരു മികച്ചൊരു ടൈറ്റിലാണ് ആമസോൺ ഈ ChatGPT നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ GPT-നോട് പറയാം, ഇനി ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളത് ഒന്നുകൂടി കണ്ടന്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഇത് ടൈറ്റിൽ തരുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ മാക്സിമം ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ഇമേജ് GPT-യിൽ മിനിമം 8-9 ഇമേജോളം അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒരു ലിസ്റ്റ് GPT-നോട് ചോദിക്കുമ്പോൾ 8-9 ഇമേജെങ്കിലും ചുരുങ്ങിയത് അപ്ലോഡ് ചെയ്യുക. അതിൽ എന്താ വെച്ചാൽ മാക്സിമം ഡീറ്റെയിൽസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്ന ടൈപ്പ്. അപ്പോൾ GPT പ്രോപ്പർ ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ടൈറ്റിൽ ഡിസ്കഷൻ ബുള്ളറ്റ് പോയിന്റും തരും. അതിലൊക്കെ മാക്സിമം കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഈ ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിൽ ആഡ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് അടിക്കുക.
ഇതുപോലെ സിമ്പിളാണ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. മറ്റേന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ സ്ഥലത്ത് നിന്ന് ഫൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന് അതിൽ പ്രോപ്പർ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ നിങ്ങൾ സിമ്പിളായിട്ട് കാണിക്കാനുള്ള ഒരു വീഡിയോ ആക്കി ചെയ്തതാണ്. പെട്ടെന്ന് തന്നെ രീതിയിൽ ക്യാച്ച് ചെയ്തിട്ട് സിമ്പിളാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഒന്ന് ജസ്റ്റ് പ്രോപ്പർ ആണോ, നിങ്ങൾക്ക് കൂടുതൽ ഇനി കണ്ടന്റ് ഉൾപ്പെടുത്തണോ എന്നുള്ള രീതിയിൽ മിനിമം 6 ബുള്ളറ്റ് പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം മസ്റ്റ് ആയിട്ടും. മിനിമം 5 എങ്കിലും നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങൾ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രൊഡക്റ്റിലെ ഡീറ്റെയിൽസ്, ഈ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ അത് നിങ്ങൾ GPT-യിൽ തന്നെ ഇതിങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ GPT-യിൽ കൊടുക്കുക നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ. അപ്പൊ ഈ ഏരിയയിലൊക്കെ ഓരോന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര ഐറ്റം ഉണ്ട്, മാനുഫാക്ചർ ആരാ, മോഡൽ നമ്പർ ഉണ്ടെങ്കിൽ അത് നിങ്ങളാണുള്ളതാക്കുക. അങ്ങനെ അത് കൊടുക്കുക. അതിൽ ചില കാര്യങ്ങളുണ്ടാവും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്. HSM കോഡ് പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ, ഈ ഒരു പ്രൊഡക്റ്റ് ടാക്സ് വെരിഫൈ ചെയ്യുന്ന കോഡാണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത HSM കോഡ് ഉണ്ടാവും. അങ്ങനെ ഈ ഡീറ്റെയിൽസ് ഒക്കെ പാക്കർ നിങ്ങളാണ്, മാനുഫാക്ചറിങ് ഏരിയ ഏതാ അത് കൊടുക്കുക. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ പിന്നെ അധികം ഡീറ്റെയിൽസ് ഇല്ല. ചില ഇതിലൊക്കെ ഡീറ്റെയിൽസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഏരിയ സ്ക്രീൻഷോട്ട് എടുക്കുക. ഉദാഹരണം, നിങ്ങൾക്ക് വേണ്ട ഒരു ഏരിയ ഉണ്ടാവും. ഈ ഏരിയ ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇത് GPT-യിലോട്ട് ഒന്ന് അപ്ലോഡ് ചെയ്തെടുക്കുക. GPT-യിൽ അപ്ലോഡ് ചെയ്തെടുത്തിട്ട് GPT നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളൊരു ഇലക്ട്രോണിക്സ് അങ്ങനത്തെ സാധനങ്ങളാണ് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈ ഓരോ പോയിന്റ്സിൽ മാനുഫാക്ചർ ആരാന്നുള്ളത് ഉണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, GPT നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ പ്രോപ്പർ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ ശരിക്കും ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അങ്ങനെ 5 മിനിറ്റ് തികച്ച് വേണ്ടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ലെങ്ത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാണ്ടാവുള്ളൂ. ഏകദേശം ഈ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് പിന്നെ എന്തായാലും നോർമലി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും. ഇത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് GPT തരും. അതിന് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് ചെയ്ത് GPT-യിൽ ചോദിക്കുക. ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആദ്യം GPT-ക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. ഈ AI ടൂൾ വഴി നമ്മൾ ലിസ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അത് മറുപടി തരാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോക്ക് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്താം. അതുപോലെ ആമസോണിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെതും അതർ ആക്ടിവിറ്റി, പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് കയറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. Like and comment and share.